ദ ബിഗ് റെഡ് മെഷീൻ മോൺസ്റ്റർ കെയിനെ നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. 2003 എന്തുകൊണ്ടാണ് കെയിൻ മുഖം മൂടി അഴിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഇതിനൊരു കാരണമുണ്ടായിരുന്നു. കെയിൻ വന്നതിനും കാരണമുണ്ട്, മുഖംമൂടി അഴിച്ചതിനും കാരണമുണ്ട്, 2011 വീണ്ടും മുഖംമൂടി അണിഞ്ഞതിന് പിന്നിലും ഒരു കാരണമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ? WWE ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള കെയിനിന്റെ മുഖംമൂടി അഴിച്ച കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. ഐസക് യാംഗേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലായിരുന്നു കെയിൻ അഥവാ ഗ്ലെൻ ജേക്കബ്സ് WWE ആദ്യമായിട്ടുണ്ടായിരുന്നത്. ജെറി ലോളറിന്റെ ഡെന്റിസ്റ്റ് ആയിട്ടായിരുന്നു അദ്ദേഹം ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അത് പൊട്ടി പാളീസായ സമയത്ത് അദ്ദേഹം ഫേക്ക് ഡീസൽ ആയിട്ട് വരികയുണ്ടായി. അതായത് ഡീസൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലറിന്റെ ഒരു ഫേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂപ്പായിട്ട് WWE വരികയുണ്ടായി. അതും പൊട്ടി പാളീസായി പോയി. അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സും പൊട്ടിപ്പോയപ്പോൾ മൂന്നാമതായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു കെയിൻ, അണ്ടർടേക്കറിന്റെ ബ്രദർ ആയിട്ടുള്ള കെയിൻ. അന്ന് അദ്ദേഹം ഒരു മാസ്ക് ധരിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മാസ്ക് ഇടാനുള്ള രണ്ട് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞ പോലെ ഐസക് യാംഗേമായിട്ടും ഫേക്ക് ഡീസലായിട്ടും അദ്ദേഹം വന്നതുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തെ വളരെയധികം സുപരിചിതമാണ്. സോ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഒരു ക്യാരക്ടർ ആളുകൾ സ്വീകരിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ അദ്ദേഹം ആരാണ് എന്നുള്ളത് ആർക്കും തന്നെ അറിയാതിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ മാസ്ക് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കാരണം സ്റ്റോറി ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതായത് അണ്ടർടേക്കറിന്റെ ബ്രദർ ആയിട്ടാണല്ലോ കെയിൻ WWE ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറുപ്പകാലത്ത് അണ്ടർടേക്കർ അദ്ദേഹത്തിന്റെ വീടിന് തീ വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതും കെയിന്റെ മുഖം അങ്ങനെ പൊള്ളിപ്പോയതാണ് എന്നുള്ളതുമായിരുന്നു സ്റ്റോറി ലൈനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് കെയിൻ മുഖം മൂടി വെച്ച് വരുന്നത് എന്നുള്ളതായിരുന്നു ആ കാലത്ത് WWE ഫാൻസിനോട് പറഞ്ഞതും. അങ്ങനെ 1997 ബാഡ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂവിൽ അണ്ടർടേക്കർ വേഴ്സസ് ഷോൺ മൈക്കിൾസ് തമ്മിലുള്ള ഹെൽ ഇൻ എ സെൽ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനമായിരുന്നു കെയിൻ അദ്ദേഹത്തിന്റെ ഡെബ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഹൊററായിട്ടുള്ള പേടിപ്പെടുത്തുന്ന വില്ലനായിട്ടായിരുന്നു കെയിൻ ആദ്യമെല്ലാം തന്നെ WWE ഉണ്ടായിരുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും അദ്ദേഹം ഒരു നോർമൽ മാൻ ആയിട്ട് മാറുകയായിരുന്നു. ആദ്യം വന്ന സമയത്ത് കെയിൻ സംസാരിക്കാറേ ഇല്ലായിരുന്നു. ഭയങ്കര മോൺസ്റ്റർ ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു വോയിസ് ബോക്സ് വെച്ച് സംസാരിക്കാറുണ്ടായി. അതും കഴിഞ്ഞതിന് ശേഷം നോർമൽ വോയിസിൽ കെയിൻ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതെല്ലാം തന്നെ കഴിഞ്ഞ് എക്സ്പാക്കിന്റെ കൂടെ ടീമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു കെയിൻ ഒരു കോമഡി പീസായിട്ട് മാറിയത്. ഏകദേശം 6 വർഷക്കാലത്തോളം കെയിൻ മുഖംമൂടി വെച്ച് WWE വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമഡി പീസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഫാൻസിന് വളരെയധികം ഇഷ്ടമായിരുന്നു കെയിനെ. മുഖംമൂടി അഴിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് കെയിനോട് തന്നെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫാൻസുമായിട്ട് കുറച്ചുകൂടി ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് താൻ ആ ഒരു മുഖംമൂടി അഴിക്കുന്നത് എന്നാണ്. അതായത് തനിക്ക് എന്തൊക്കെ ഇമോഷൻസ് ആണ് വരുന്നത് എന്നുള്ളത് മുഖംമൂടി ഇട്ട് കഴിഞ്ഞാൽ ഫാൻസിന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ താൻ ആ മുഖംമൂടി അഴിച്ചേ മതിയാവുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാരണം, ഇങ്ങനെ കോമഡി പീസായിട്ട് നടക്കുന്നതിൽ നിന്നും കുറച്ചൊരു ചേഞ്ച് തനിക്ക് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ താൻ WWE നിന്നും വാഷ് ഔട്ട് ആയി പോകുമെന്നുള്ളൊരു പേടിയും കെയിനുണ്ടായിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ വെച്ചിട്ടായിരുന്നു കെയിനും വിൻസ് മക്മാനും ഇവർ രണ്ടുപേരുടെയും തീരുമാനങ്ങൾ വെച്ചിട്ട് WWE അങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്നിട്ടുണ്ടായിരുന്നത്. അതെ, WWE ബാക്കിയുള്ള ആരും തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കെയിനിന്റെ മുഖംമൂടി അഴിക്കരുത്, അതാണ് അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്ക്, അത് അഴിച്ചു കഴിഞ്ഞാൽ കെയിനിനെ പിന്നീട് ആർക്കും തന്നെ ഇഷ്ടമാകില്ല, കെയിനിന് WWE നിലനിൽപ്പുണ്ടാകില്ല എന്നെല്ലാം തന്നെയായിരുന്നു. പക്ഷേ വിൻസ് മക്മാൻ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ അങ്ങനെ തെറ്റാറില്ല. അതുകൊണ്ട് കെയിൻ വിൻസിന്റെ കൂടെ നിന്നു, ഈ ഒരു കാര്യത്തിന് ഓക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും കെയിനിന് ആശങ്ക ഉണ്ടായിരുന്നു, ഈ ഒരു ക്യാരക്ടർ പൊളിഞ്ഞു പോകുമോ, കെയിൻ എന്നുള്ള ക്യാരക്ടറിൽ നിന്നും തനിക്ക് മാറേണ്ടി വരുമോ, അതുപോലെ തന്നെ WWE നിന്നും തന്നെ തനിക്ക് പോകേണ്ടി വരുമോ എന്നെല്ലാം തന്നെ. അങ്ങനെ 2003 ജൂൺ 23 നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡ് ട്രിപ്പിൾ എച്ച് വേഴ്സസ് കെയിൻ തമ്മിലുണ്ടായിരുന്ന മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. മാസ്ക് വേഴ്സസ് ടൈറ്റിൽ മാച്ച് ആയിരുന്നു. അതായത് ആ ഒരു മാച്ചിൽ കെയിൻ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് WWE ചാമ്പ്യൻഷിപ്പ് കിട്ടും. അദ്ദേഹം തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കെയിനിന്റെ മുഖം മൂടി അഴിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. പേപ്പർ വ്യൂകളിൽ ഒന്നും തന്നെയല്ല ഈ ഒരു മാച്ച് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഒരു സാധാരണ റോ എപ്പിസോഡിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കെയിൻ വിജയിച്ചുകൊണ്ട് WWE ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെയാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് തന്നെയായിരുന്നു ആ ഒരു റോ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ട്രിപ്പിൾ എച്ച് വേഴ്സസ് കെയിൻ തമ്മിലുള്ള മാച്ചിൽ റിക് ഫ്ലെയറും റാൻഡി ഓർട്ടണും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് കെയിൻ ആ ഒരു മാച്ചിൽ തോൽക്കുകയും ട്രിപ്പിൾ എച്ച് ആ ഒരു മാച്ചിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ കെയിൻ തന്റെ മുഖം മൂടി അഴിച്ചു കാണിക്കുകയുണ്ടായി. ഇത്രയും കാലം പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കെയിനിന്റെ മുഖം ഒരു പൊള്ളൽ പോലും ഇല്ലാതെ, ഒരു പോറൽ പോലും ഇല്ലാതെ
ചെയ്യാതെ വെറുതെ കുറച്ച് കറുത്ത പെയിന്റുകൾ മാത്രം അടിച്ചുകൊണ്ടുള്ളതായിട്ടായിരുന്നു നമ്മൾ കണ്ടത്. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ മുടി പകുതി വടിച്ച രീതിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഫാൻസിന് ആ സമയത്ത് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. നന്നായിട്ട് പൊള്ളലേറ്റിട്ടുള്ള മുഖം വികൃതമായിട്ടുള്ള കെയിനെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇങ്ങനെയൊരു മുഖം കിട്ടിയപ്പോൾ കൂടുതൽ പേർക്കും നിരാശ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു മുടി പകുതി വെട്ടിയത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? കെയിൻ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന സമയത്ത് മൊട്ടയടിച്ച് വരാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ മുടി വെട്ടുന്ന സമയത്ത് പകുതി മുടി വെട്ടിയപ്പോഴേക്കും വിൻസ് മക്മാൻ അതുവഴി പോവുകയും വിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഹാഫായിട്ട് മുടി വെട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പേടിപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് തോന്നിപ്പിക്കും, അതുകൊണ്ട് ഹാഫ് മുടി വെട്ടിയാൽ മതി എന്നുള്ളത് വിൻസിന്റെ ഐഡിയ ആയിരുന്നു എന്നുള്ളതാണ് കെയിൻ തന്നെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് കെയിനിന്റെ മുഖത്ത് പൊള്ളലേൽക്കാഞ്ഞത് എന്നുള്ള സങ്കടത്തിന് മറുപടി പിന്നീട് WWE തന്നെ കൊടുക്കുകയുണ്ടായി. അതായത് കെയിനുണ്ടായിരുന്നത് ഒരു മാനസികമായിട്ടുള്ള മുറിവായിരുന്നു, മെന്റലി ആയിരുന്നു കെയിനിന് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ഫിസിക്കലി ആയിരുന്നില്ല. കുട്ടിക്കാലത്ത് തന്റെ വീട് കത്തിയത് കാരണം താൻ ഒരു മോൺസ്റ്റർ ആണ് എന്നുള്ളത് കെയിൻ സ്വമേധയാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ലോകം തന്നെ വെറുക്കുകയാണ്, ആരും തന്നെ അംഗീകരിക്കില്ല എന്നുള്ളതെല്ലാം തന്നെ കെയിൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. തനിക്കൊരു രക്ഷാ കവചമായിട്ടാണ് ഈ ഒരു മാസ്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ സമയത്ത് WWE കഥ മാറ്റി എഴുതുകയുണ്ടായി. അതോടുകൂടി ഫാൻസിന്റെ എല്ലാവരുടെയും സങ്കടം മാറുകയുണ്ടായി. പക്ഷേ അൺമാസ്ക് ചെയ്തതിനു ശേഷം അതുവരെ കണ്ട കെയിൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഒരു കോമഡി പോലും പറയാത്ത, വളരെയധികം ദേഷ്യപ്പെട്ട് എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ദി മോൺസ്റ്റർ കെയിനെയായിരുന്നു WWE കണ്ടിട്ടുണ്ടായിരുന്നത്. അൺമാസ്ക് ചെയ്തതിനു ശേഷം വേൾഡ് ചാമ്പ്യൻഷിപ്പും കെയിൻ വിജയിച്ചതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ മോൺസ്റ്റർ ഫേസിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നത് മുഖംമൂടി അഴിച്ചതിന് ശേഷം തന്നെയായിരുന്നു. മൊട്ടയടിച്ച് എല്ലാവരെയും പേടിപ്പെടുത്താൻ വേണ്ടി എല്ലാവരെയും റൂമിൽ കയറി, അവരുടെ ലോക്കർ റൂമിൽ കയറി അറ്റാക്ക് ചെയ്യുന്ന കെയിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ 2011 വീണ്ടും കെയിൻ മാസ്ക് ധരിക്കുകയുണ്ടായി. എന്തിനായിരുന്നു ആ ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നത്? ശരിക്കും അതിന്റെ കാരണം എന്താണെന്നുള്ളത് WWE നിന്നും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ വർഷത്തെ റെസ്ൽമേനിയയിൽ WWEക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് ഇടണമായിരുന്നു. ഏറ്റവും കൂടുതൽ മാസ്ക് ധരിച്ച റെസ്ലേഴ്സിനെ കൊണ്ട് മത്സരിപ്പിച്ച റെസ്ൽമേനിയ എന്നുള്ള ഗിന്നസ് റെക്കോർഡായിരുന്നു WWEക്ക് ഇടേണ്ടിയിരുന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു കെയിനെ കൊണ്ട് മാസ്ക് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ മറ്റു പലർ പറയുന്നത് പഴയ WWE ഫാൻസ് റെസ്ലിംഗ് കാണുന്നത് തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാസ്ക് ധരിച്ചിട്ടുള്ള കെയിനെ അവർ വീണ്ടും കൊണ്ടുവന്നതാണ്. അതുപോലെ മെർച്ചൻഡൈസ് സെയിലുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് മാസ്കുള്ള കെയിൻ തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും മാസ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും WWEയിലേക്ക് സന്ദർശിക്കുമല്ലോ. അതിനു വേണ്ടി കൂടി WWE നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയായിരുന്നു കെയിനിനെ കൊണ്ട് മാസ്ക് ഇടിപ്പിക്കുന്നത്. പിന്നീടും കുറച്ചു കാലങ്ങൾക്ക് ശേഷം കോർപ്പറേറ്റ് കെയിൻ ആയതോടുകൂടി കെയിൻ തന്റെ മാസ്ക് അതോറിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയുണ്ടായി. ഇതായിരുന്നു കെയിൻ അൺമാസ്ക് ചെയ്ത കഥ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്ന പഴയ കെയിനെയാണോ, അൺമാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മൊട്ടത്തലയൻ കെയിനെയാണോ, അതോ പിന്നീട് മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്ന 2011 ആ ഒരു കെയിനെയാണോ? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും കിടിലൻ താരത്തിന്റെ കിടിലൻ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ഗായ്സ്.